ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മളിന്ന് നോക്കുന്നത് 7ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയാണ്. മലയാളം അടിസ്ഥാന പാഠാവലി. ഓക്കെ, മാറി വന്ന പുതിയ പാഠപുസ്തകമാണ്. 2024 മാറിയ പാഠപുസ്തകമാണിത്. പുതിയ സിലബസാണ്. അപ്പോൾ അത് അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകളാണ്. മലയാളം മാത്രമല്ല, എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, അതുപോലെ തന്നെ ടെസ്റ്റ് പേപ്പറുകൾ തുടങ്ങിയ എല്ലാത്തിനോടും അനുബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ചോദ്യപേപ്പറുകൾ, ഉത്തരങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ പാഠത്തിൻ്റെയും എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഏതാ, ഉത്തരങ്ങൾ ഏതാ എന്ന് തുടങ്ങിയ എല്ലാം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വീഡിയോസായിട്ട് ലഭിക്കുന്നതായിരിക്കും. തികച്ചും ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാവുന്ന സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ യൂണിറ്റാണ് കതിർചൂടും നാടിൻ പെരുമകൾ. കതിർചൂടും നാടിൻ പെരുമകൾ എന്നതിലെ ആദ്യ ചാപ്റ്റർ ഗ്രാമശ്രീകളാണ്. ഗ്രാമശ്രീകളിലെ ചോദ്യോത്തരങ്ങൾ, പ്രവർത്തനങ്ങളാണ് നമ്മളിന്നതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഗ്രാമശ്രീകൾ. ഗ്രാമശ്രീകൾ എന്ന കവിത ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ വായന നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. വായനയുടെ വീഡിയോ ലിങ്ക് നമ്മൾ തരാം കേട്ടോ. ഇത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യോത്തരങ്ങൾ, പ്രവർത്തനങ്ങളാണ് ഇതിലുള്ളത്. ഗ്രാമശ്രീകൾ നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇത് കവിതയാണ്, ഗ്രാമശ്രീകൾ എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. കവിത വായിച്ച് ആശയങ്ങൾ ചർച്ച ചെയ്യാമാണ് ആദ്യത്തെ നമ്മുടെ ചോദ്യം വരുന്നത്. വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്ത്? ഉത്തരം: വിദ്യാലയത്തിൽ നിന്ന് വളരെ കുറച്ചു കാര്യങ്ങളെ നാം പഠിക്കുന്നുള്ളൂ. ശരിയാണല്ലേ? കണ്ടും കേട്ടും അനുഭവിച്ചും ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തു നിന്നും നമുക്ക് പഠിക്കുവാനുണ്ട്. വളരെ ശരിയാണ്. നമ്മൾ സ്കൂളിൽ പോകുന്നത് കൊണ്ടോ വിദ്യാലയത്തിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമുക്ക് ഒരുപാട് അറിവുകൾ ലഭിക്കാനുണ്ട് കേട്ടോ. കർഷക തൊഴിലാളികൾ പാടത്ത് പ്രയോഗിക്കുന്നത് ഗ്രാമത്തിലെ ഏതെങ്കിലും വിദ്യാലയത്തിൽ നിന്നും നേടിയ അറിവല്ല. ലോകം തന്നെയാണ് അവരുടെ വിദ്യാലയം. ഞാറ് നടുന്ന പെണ്ണുങ്ങൾ ആ അറിവ് നേടിയത് അവരുടെ ജീവിതത്തിൽ നിന്നാണ്. നിങ്ങൾക്കറിയാലോ, ഈ ഞാറ് നടുന്നതും കാർഷിക വൃത്തിയൊന്നും ഏതും സ്കൂളിൽ പോയി പഠിച്ചിട്ടല്ല അവർ ചെയ്യുന്നത് അല്ലേ. കണ്ടും കേട്ടും അനുഭവിച്ചുമാണ് അവർ ആ അറിവ് നേടിയത്. അതുകൊണ്ടാണ് വിശ്വവിദ്യാലയത്തിൽ പഠിച്ചവർ എന്ന് കർഷക സ്ത്രീകളെക്കുറിച്ച് കവി പറയുന്നത്. അടുത്തത്, കവിത വായിച്ച് ആശയങ്ങൾ ചർച്ച ചെയ്യാം. പ്രഭാതത്തെ എങ്ങനെയെല്ലാമാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്? പ്രഭാതത്തെയാണ് ചോദ്യം. പ്രഭാതത്തിൽ ആകാശം ചുവന്നു കാണുന്നതിനെ കാർഷിക വൃത്തിയുമായി കൂട്ടിയിണക്കി പ്രഭാത സൂര്യന്റെ പൊന്നുകൊണ്ടുള്ള നുകത്തിന്റെ പാടേറ്റ് ആകാശമാകുന്ന പാടവും ചുവന്നല്ലോ എന്നാണ് കവി പറയുന്നത്. ഇതൊരു കോട്സിലിടുക കേട്ടോ. ആകാശമാകുന്ന പാടവും ചുവന്നല്ലോ. പൊന്നിറമുള്ള സൂര്യകിരണങ്ങളെ കലപ്പയായി സങ്കല്പിച്ചിരിക്കുന്നു. അതിൻ്റെ നുകപ്പാടേറ്റ് കന്നിനെൽ പാടത്തെ ചുവന്ന മണ്ണ് ഇളകി ചുവക്കുന്നത് പോലെ ആകാശം ചുവക്കുന്നു എന്നാണ് കവി പറയുന്നത്. അടുത്തത്, കവിത വായിച്ച് ആശയങ്ങൾ ചർച്ച ചെയ്യാനുള്ള അടുത്തത് വരുന്നത് കർഷക സ്ത്രീകളെ ഗ്രാമശ്രീകൾ എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം? ഗ്രാമത്തിൻ്റെ ശ്രീ ഐശ്വര്യം കർഷക സ്ത്രീകളാണ്. ചെളിയിൽ വിരൽത്തുമ്പ് താഴ്ത്തി ഞാറു നടുന്ന കർഷക സ്ത്രീകൾ മഹത്തായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അവരുടെ കലാസൃഷ്ടിയായ കൃഷിപ്പണികളാണ് നാടിനെ സമൃദ്ധമാക്കുന്നത്. കർഷക സ്ത്രീകളുടെ മനോഹരമായ വിരൽത്തുമ്പുകളാണ് നാടിൻ്റെ നന്മകൾ നെയ്തെടുക്കുന്നത്. അവരാണ് ഗ്രാമത്തിൻ്റെ ഐശ്വര്യം. അതുകൊണ്ടാണ് കർഷക സ്ത്രീകളെ ഗ്രാമശ്രീകൾ എന്ന് കവി വിശേഷിപ്പിക്കുന്നത്. സുന്ദരാലേഖ്യം നീ കേരളമേ എന്ന് കവി പറയുന്നത് എന്തുകൊണ്ട്? പ്രഭാതത്തിൽ ദിക്കുകൾ മെല്ലെ ഉണർന്നു. നേർത്ത മഞ്ഞുപോലെ പൂമഴ പെയ്തു. പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളങ്ങളും എല്ലാം നനഞ്ഞു കുളിർന്നു. കേരളം പ്രകൃതിസുന്ദരമായ മനോഹരമായ ഒരു ചിത്രമായി മാറുകയാണിവിടെ. ഈ സുന്ദര ദൃശ്യങ്ങൾ കണ്ടിട്ടാണ് സുന്ദരാലേഖ്യം നീ കേരളമേ എന്ന് കവി പറയുന്നത്. അടുത്തത്, വിശകലനം ചെയ്യാമാണ്. മഞ്ചുളമി കലാസൃഷ്ടിക്കു മുമ്പിലായി അഞ്ജലി അർപ്പിക്കുക. കൃഷി കലാസൃഷ്ടിയാകുന്നത് എങ്ങനെ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഈ വരികൾ വിശകലനം ചെയ്യണം.
ഏതൊരു കലയെയും പോലെ മനോഹരമായ ഒന്നാണ് കൃഷി. കർഷക സ്ത്രീകളുടെ ആ കലാസൃഷ്ടിക്ക് മുന്നിലാണ് കവി കൈകൂപ്പി നിൽക്കുന്നത്. കർഷക സ്ത്രീകൾ കലാസൃഷ്ടിയിൽ ഏർപ്പെടുന്നത് ആത്മാർത്ഥതയോടെയും അർപ്പണബോധത്തോടെയുമാണ്. വരിയും നിരയും ഒപ്പിച്ച് കൃഷിപ്പാട്ടിൻ്റെ താളത്തിൽ ഞാറു നടന്ന അവരുടെ വൈഭവം കൊണ്ടു തന്നെ കൃഷി മികച്ച മനോഹരമായ കലാസൃഷ്ടിയായി മാറുന്നു. വയലിൽ നിരനിരയായി നീല കസവ് വിരിയിക്കുന്ന കലാകാരികളാണ് കർഷക സ്ത്രീകൾ എന്നാണ് കവി അവരുടെ പ്രവൃത്തിയെ വർണ്ണിക്കുന്നത്. ചേറ്റിൽ പണിയെടുക്കുന്ന അവരുടെ വിരലുകളാണ് നാട്ടിൽ നന്മകൾ നെയ്തെടുക്കുന്നതെന്നും കവി പറയുന്നു. അടുത്തത് ഈണം കണ്ടെത്താം ചൊല്ലാമാണ്. നിങ്ങൾ വ്യക്തിഗതമായ കവിതയ്ക്ക് ഒരു ഈണം കണ്ടെത്തി ചൊല്ലണം. കവിത അതുകൊണ്ടാണ് നമ്മളിവിടെ ചൊല്ലാത്തത്. കവിതയുടെ ആസ്വാദനം അതുപോലെ തന്നെ നിങ്ങൾക്ക് കവിത ചൊല്ലി കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. നമ്മളത് ചൊല്ലുന്ന വീഡിയോ നിങ്ങൾക്ക് ലിങ്ക് തരാം. അത് നമ്മൾ കമൻറ്റ് ബോക്സിൽ തരാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ അത് കണ്ടാൽ മതി. ഗ്രൂപ്പിൽ അവതരിപ്പിച്ച് ഉചിതമായ ഈണം കണ്ടെത്തി സംഘമായി ചൊല്ലൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ഉറപ്പായിട്ടും ഇത് ചെയ്യേണ്ടി വരും. നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യുക. താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാം. ഉർവിയെ പുഷ്പിപ്പിക്കും കലപോൽ നമുക്കത്രേ നിർവൃതികരം സർഗവ്യാപാരമുണ്ടോ മന്നിൽ. വൈലോപ്പിള്ളിയുടെയാണ്. ഈ വരികളുടെ ആശയവും ഗ്രാമശ്രീകൾ എന്ന കവിതയുടെ ആശയവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. വൈലോപ്പിള്ളിയുടെ കയ്പവല്ലരി എന്ന കവിതയിലെ വരികൾ കടത്തനാട്ട് മാധവിയമ്മയുടെ ഗ്രാമശ്രീകൾ എന്ന കവിതയുടെ ആശയവുമായി ഇണങ്ങുന്നതാണ്. ഭൂമിയെ ഫലസമൃദ്ധമാക്കുന്ന കൃഷി എന്ന കല പോലെ നമുക്ക് നിർവൃതി നൽകുന്ന സർഗപ്രവർത്തനം മറ്റൊന്നില്ല എന്നാണ് വൈലോപ്പിള്ളി പറയുന്നത്. മണ്ണിലും ചെളിയിലും പണിയെടുക്കുന്ന കർഷകരാണ് നാടിനെ ഐശ്വര്യസമൃദ്ധമാക്കുന്നത്. കൃഷിപ്പണിയാകുന്ന മനോഹരമായ ഈ കലാസൃഷ്ടിക്കു മുൻപിൽ ഭക്തിയോടെ കൂപ്പുകയർപ്പിക്കാനാണ് കടത്തനാട്ട് മാധവിയമ്മ പറയുന്നത്. കൃഷിയുടെ മഹത്വത്തെ ഉയർത്തിക്കാണിക്കുന്നതിനോടൊപ്പം കൃഷിയും മഹത്തായ കലാപ്രവർത്തനമാണ് എന്ന സത്യമാണ് രണ്ട് കവികളും ആവിഷ്കരിക്കുന്നത്. അടുത്തത് പ്രയോഗഭംഗിയാണ്. ഉണ്ണിക്കതിരോന്റെ പൊൻ നുകപ്പാടേറ്റു വിണ്ണിൻ വിളിപ്പാടും ചോന്നിതല്ലോ. ഈ വരികളുടെ പ്രയോഗഭംഗി കണ്ടെത്തി വിശദീകരിക്കൂ. ഇതുപോലെയുള്ള കൂടുതൽ വരികൾ കണ്ടെത്തി ഗ്രൂപ്പിൽ ചർച്ച ചെയ്യണം. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. പ്രഭാത സൂര്യൻ കടന്നു വരുമ്പോൾ കിഴക്കേ ചക്രവാളം ചുവക്കുന്നു. പ്രഭാതത്തിൻ്റെ കടന്നുവരവ് മറ്റൊരു തരത്തിലാണ് കടത്തനാട്ട് മാധവിയമ്മ അവരാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് കേട്ടോ, അവതരിപ്പിക്കുന്നത്. ഉണ്ണിക്കതിരോന്റെ പൊന്നുകൊണ്ടുള്ള കലപ്പയുടെ പാടേറ്റ് ആകാശമാകുന്ന പാടം ചുവന്നിരിക്കുന്നു എന്നാണ് കവി വർണ്ണിക്കുന്നത്. പ്രഭാത സൂര്യനെ കൃഷിക്കാരനായും സൂര്യരശ്മികളെ നുകത്തിൻ്റെ പാടായും ആകാശത്തെ കൃഷിസ്ഥലമായും കവി അവതരിപ്പിക്കുന്നു. അതിമനോഹരമാണ് ഈ വർണ്ണന. കാർഷിക വൃത്തിയുമായി കൂട്ടിയിണക്കിയാണ് കവി പ്രഭാത വർണ്ണന നടത്തുന്നത്. കൂടുതൽ വരികൾ. കാലുപുതയും വരമ്പത്തെ പാഴ്ചെളി താരയിൽ താമരത്താർ വിടർത്തി വെയിലും മഴയും ഒന്നും വകവയ്ക്കാതെ പാടത്തെ കാലുപുതയുന്ന ചേറിൽ നിന്നുകൊണ്ട് ഞാറു നടുന്ന കർഷക സ്ത്രീകൾ നാടിനെ സമൃദ്ധമാക്കുന്ന കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ചെളിയിൽ പതിയുന്ന കർഷക സ്ത്രീകളുടെ പാദമുദ്രകളെ താമരപ്പൂക്കൾ വിടരുന്നത് പോലെ എന്നാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. അടുത്തത് വാങ്മയ ചിത്രത്തിൽ നിന്ന് വർണ്ണചിത്രത്തിലേക്കാണ്. കവിതയിൽ ധാരാളം വാങ്മയ ചിത്രങ്ങൾ ഉണ്ടല്ലോ, അവ കണ്ടെത്തി വരകളും വർണ്ണങ്ങളും ചേർന്ന് ചിത്രങ്ങളാക്കി പ്രദർശനം സംഘടിപ്പിക്കുക. ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. അടുത്തത് ആശയപടം പൂർത്തിയാക്കാം, ആസ്വാദനം എഴുതാം. അപ്പം നമ്മൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ആസ്വാദനം എഴുതണം. തയ്യാറാക്കിയ ആസ്വാദനക്കുറിപ്പ് സ്വന്തമായും കൂട്ടുകാരുമായും ചേർന്ന് ആശയം, വാക്യഘടന, പദം, അക്ഷരം, ചിഹ്നം എന്നീ തലങ്ങളിൽ എഡിറ്റ് ചെയ്ത് മെച്ചപ്പെടുത്തുക. അപ്പോൾ കവിതയുടെ ആസ്വാദനമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കവിത നമ്മൾ വായിക്കുന്നില്ല എന്നേ ഉള്ളൂ, അതിൻ്റെ അർത്ഥം ഈ ആസ്വാദനത്തിലുണ്ട്. നമ്മളിതിൽ ഇങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്. രചയിതാവ്, പ്രയോഗഭംഗി, ആശയഭംഗി, ഇതുപോലെ വർണ്ണനകൾ, ഈണം, താളം, അക്ഷരങ്ങളുടെ ആവർത്തനം, വാങ്മയ ചിത്രങ്ങൾ. നമ്മൾ ഈ ഗ്രാമശ്രീകളുടെ ആസ്വാദനമാണ്, ഇത് തന്നെയാണ് ആ കവിതയുടെ അർത്ഥവും കേട്ടോ.
കേരളീയ ഗ്രാമങ്ങളുടെ ഐശ്വര്യമായി കർഷക സ്ത്രീകളെ അവതരിപ്പിക്കുന്ന കടത്തനാട്ട് മാധവി അമ്മയുടെ മനോഹരമായ കവിതയാണ് ഗ്രാമശ്രീകൾ. പാടവരമ്പിലൂടെ നടക്കുന്ന കവി കൃഷിപ്പണികൾ മുഴുകിയിരിക്കുന്ന സ്ത്രീകളെ കാണുന്നു. കർഷക സ്ത്രീകളിലൂടെ ഗ്രാമത്തിന്റെ ഭംഗിയും വിശുദ്ധിയും സമൃദ്ധിയും ഒക്കെ വരച്ചു കാണിക്കുന്നു. ആശയം, പ്രയോഗഭംഗി, വർണ്ണനകൾ, ഈണം, താളം, വാങ്മയ ചിത്രങ്ങൾ എന്നിവയെല്ലാം ഈ കവിതയെ ശ്രദ്ധേയമാക്കുന്നു. കൃഷിപ്പണി എന്ന ശ്രേഷ്ഠമായ കലാസൃഷ്ടിക്കു മുൻപിൽ കവി ഭക്തിപൂർവ്വം കൈകൂപ്പി നിൽക്കുന്നു. ഉണ്ണിക്കതിരോന്റെ പൊന്നുനുകപ്പാടേറ്റു വിണ്ണിൻ വിളിപ്പാടും ചോന്നിതല്ലോ എന്ന വർണ്ണന കർഷകർ പാടത്ത് നിലമുഴുന്നതിനെ ഓർമ്മിപ്പിക്കുന്നു. മഞ്ഞുപോലെ പെയ്ത പൂമഴയിൽ പച്ചിലക്കൂട്ടവും മാടവുമെല്ലാം നനഞ്ഞു കുളിർന്നു എന്ന വർണ്ണനയും ഏറെ പ്രത്യേകതയുള്ളതാണ്. പ്രയോഗഭംഗികൾക്ക് നിരവധി ഉദാഹരണങ്ങൾ കവിതയിലുണ്ട്. ഉണ്ണിക്കതിരോൻ, കുന്തളബന്ധം, സുന്ദരാലേഖ്യം, നീലനീരാളം തുടങ്ങിയ പ്രയോഗങ്ങളെല്ലാം ശ്രദ്ധേയമാണ്. കവിതയുടെ ഈണവും താളവും കവി ആവിഷ്കരിക്കുന്ന ഭാവവുമായി ഇണങ്ങി നിൽക്കുന്നു. അക്ഷരങ്ങളുടെ ആവർത്തനവും കവിതയുടെ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നു. പ്രകൃതി ദൃശ്യങ്ങൾ വാക്കുകൾ കൊണ്ട് കവി അതിമനോഹരമായി വരച്ചിട്ടുണ്ട്. കേരളീയ പ്രകൃതിയുടെ ഭംഗി ഓരോ വർണ്ണനയിലും കാണാം. നാട്ടിൽ നന്മകൾ വിതച്ചു കൊയ്യുന്ന കർഷക സ്ത്രീകൾ അർപ്പണബോധമുള്ള കലാകാരികളാണ്. ചേറ്റിൽ താഴ്ത്തുന്ന കർഷക സ്ത്രീകളുടെ വിരലുകളാണ് നാടിന്റെ നന്മയും സമൃദ്ധിയും നെയ്തെടുക്കുന്നതെന്ന് കവി പറയുന്നു. അവരെ ആദരവോടെ ഓർക്കുന്ന കവിതയാണിത്. നാട്ടിൽ ഐശ്വര്യം നിറയ്ക്കുന്ന ആ തൊഴിലാളി സ്ത്രീകൾ ഗ്രാമശ്രീലകളായി നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഗ്രാമശ്രീകൾ എന്ന് മതി. അത്രയാണ് നമ്മുടെ ആസ്വാദനം. കൃഷിച്ചൊല്ലുകളാണ് പഴഞ്ചൊൽക്കളി. കൃഷിച്ചൊല്ലുകൾ ശേഖരിച്ചിട്ട് എഴുതണം. ഉടമയുടെ കണ്ണ് ഒന്നാന്തരം വളം. കതിരിൽ വളം വെച്ചിട്ടു കാര്യമില്ല. അടയ്ക്കയായാൽ മടിയിൽ വെക്കാം, അടയ്ക്കാമരമായാലോ. അടുത്തു നട്ടാൽ അഴക്, അകലത്തിൽ നട്ടാൽ വിളവ്. അമരത്തടത്തിൽ തവള കരയണം. ആര്യൻ വിതച്ചാൽ നവര കൊയ്യാമോ. ആഴത്തിൽ ഉഴുത് അകലത്തിൽ നടണം. അത് അടുത്തതാണ് കേട്ടോ. ആഴത്തിൽ ഉഴുത് അകലത്തിൽ വിതയ്ക്കുക. അടുത്തത് ചൊൽക്കാഴ്ചയാണ്. ചൊൽക്കാഴ്ച കൃഷിയുമായി ബന്ധപ്പെട്ട നാടൻ പാട്ടുകൾ ശേഖരിച്ച് ചൊൽക്കാഴ്ച സംഘടിപ്പിക്കുകയാണ്. ചൊൽക്കാഴ്ചയുടെ വീഡിയോ ക്ലാസ് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കാൻ വേണ്ടി, നവമാധ്യമ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കാനുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഗ്രാമശ്രീകൾ എന്നതിൻ്റെ മുഴുവനായിട്ടുള്ള ക്ലാസ് നമ്മൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. എല്ലാ കമൻറ്റുകൾക്കും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ലഭ്യമായിരിക്കും. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.